സുപ്രഭാതം. ഏതായാലും ഞാൻ എമ്പുരാൻ രണ്ടാം വട്ടം കണ്ടതിന് ശേഷമുള്ള റിവ്യൂ ഇടുകയാണ്. എമ്പുരാൻ രണ്ടാം വട്ടം കാണാനായിട്ട് ഞാൻ വളരെ ആവേശത്തോടുകൂടിയാണ് പോയത്. കാരണം ആദ്യത്തെ വട്ടം കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് എൻ്റെ മകനോട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലൊരു പാട്ട് പോലും ഇല്ലായിരുന്നു, ഇതാണ് കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് മമ്മിയുടെയൊക്കെ പ്രശ്നം. അതായത് ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം പറയുമ്പോൾ അതിനകത്ത് പാട്ട് കൊണ്ടുവന്ന് അതിനെ നിസാരവൽക്കരിച്ച് കളയുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ച്, ഇതിനകത്ത് എന്താണ് ഇത്ര ഗൗരവതരമായിട്ട് വിഷയം പറയാനുള്ളത്? ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗ്രോദ്ര സംഭവത്തെക്കുറിച്ച് എന്തുമാത്രം സിനിമകൾ ഇറങ്ങിയിട്ടുള്ളതാണ്. അതൊരു പുതിയ വിഷയമേ അല്ല. ഇത്ര ഗൗരവതരമായിട്ട് പറയാനുള്ള ഒരു പുതിയ വിഷയമേ അല്ല. പക്ഷേ ഒരു പാട്ട് പോലും ഇല്ലാതെ ഈ രാജ്യങ്ങൾ മുഴുവനും നടന്ന് ഷൂട്ട് ചെയ്ത് ഇത് കൊണ്ടുവന്ന് കാണിക്കാൻ മാത്രം എന്ത് ഗൗരവതരമായ രാഷ്ട്രീയമാണ് ഇതിൽ പൃഥ്വിരാജ് പറയാൻ ആഗ്രഹിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ രണ്ടാം വട്ടം കാണാനായിട്ട് ഞാൻ പോയത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇതിനെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ, യൂട്യൂബിൽ നടക്കുന്ന ചർച്ചകൾ, ചാനൽ ചർച്ചയിൽ നടക്കുന്ന ചർച്ചകൾ, ഇതിൻ്റെയൊക്കെ ബേസിൽ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് BJP അറിഞ്ഞില്ല, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇത് അറിഞ്ഞില്ല, ഇങ്ങനെ ഒരു കഥ ഇറങ്ങുന്നതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം അറിഞ്ഞില്ല എന്നൊക്കെയാണ് ഇപ്പം നമ്മളെല്ലാവരും. മോഹൻലാൽ അറിഞ്ഞില്ല, മോഹൻലാൽ കണ്ടില്ല, മോഹൻലാൽ കേട്ടില്ല, ഇത് രാജപ്പൻ എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ കളിയാക്കിക്കൊണ്ട് വിളിച്ചിട്ട് അത് ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിലെ ചർച്ചകളൊക്കെ പോകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ BBC എന്തോ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി, നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് വിവരം പോലും കേട്ടില്ല, അതെന്നാന്ന് കാണാൻ പോലും നമുക്ക് പറ്റിയില്ല. അതിനു മുൻപേ ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ച് സർക്കാരാണ് BJP സർക്കാർ. ആ BJP സർക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്ത് പൃഥ്വിരാജ് സുമാനെ പോലെ വളരെ വ്യക്തതയുള്ള, കൃത്യതയുള്ള ഒരു രാഷ്ട്രീയമുള്ള ഒരു വ്യക്തി ഇത്രയധികം ബിഗ് ബഡ്ജറ്റിൽ മോഹൻലാലിനെയൊക്കെ അഭിനയിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊന്നും BJP അറിഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം BJPയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുമാത്രവുമല്ല, കേരളത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖറെ പോലെയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് വലിയൊരു അഴിച്ചുപണി നടത്തി കേരളത്തിൽ വേരുറപ്പിക്കാനായിട്ട് BJP അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന സമയത്ത് ഈ മലയാളത്തിലൊരു സിനിമ കേരളത്തിൽ ഇതുപോലെ വലിയ ആഘോഷത്തോടെ വമ്പൻ ഇതിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് BJP അറിഞ്ഞില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എത്രമാത്രം BJPയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ പൃഥ്വിരാജ് എന്താണ് IS-ൻ്റെ ഫണ്ട് മേടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ കോൺഗ്രസ് കുറേ കാലം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അതിൽ യൂത്ത് കോൺഗ്രസ് ഈ എന്തോ ഒരു മെമ്പർഷിപ്പ്, എന്തോ ഒരു കളക്ഷനായിട്ട് കുറേ വർഷങ്ങൾക്ക് മുൻപാണ്, ഒരു 6 വർഷമെങ്കിലും ആയി കാണും, 1000 രൂപ വെച്ച് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 1000 രൂപ എന്ന് പറയുന്നത് അന്നത്തെ റേറ്റ് അനുസരിച്ച് എനിക്ക് 12 പൗണ്ട് 50 പെൻസ് ആയിരുന്നു. ആ പൈസ ഞാൻ അയച്ചിട്ട് ആ പൈസ ആ അക്കൗണ്ടിൽ ചെന്നില്ല, എൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്നാണ്. അതിന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് അയക്കുന്നത്, ഇവർക്കത് അലൗഡല്ല, അങ്ങനെ വിദേശത്തു നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ, 12 പൗണ്ട് സ്വീകരിക്കാനായിട്ട് അവർക്ക് അലൗഡല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നതാണ്. അതുപോലെ തന്നെ ഞാൻ അന്ന് പല സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിനോട് റിലേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നാത്ത വേറൊരു പേരിലേക്ക് ഞാൻ വെറും 50 പൗണ്ട്, അതായത് 5000 രൂപ ഞാൻ അയക്കുകയാണ് എങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് സമർപ്പിച്ചാൽ മാത്രമേ ഈ പൈസ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്ന് കുറേ നാളുകളായിട്ട് ഒരു മെസ്സേജ് വന്ന് ആ പൈസ ആ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ല എന്നും അതിനുള്ള പേപ്പർ അവർ ബാങ്കിൽ നിന്ന് ആ പേപ്പർ എനിക്ക് അയച്ചു തന്നത് ഞാൻ അന്ന് പലരെയും കാണിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരി നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തയാണ് ഈ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് ഫണ്ട് അയച്ച 110 പേരുടെ അക്കൗണ്ട് ഈ ഇടയ്ക്ക് അവരെ അന്വേഷിക്കുന്നു, അവരെക്കുറിച്ചുള്ള വേറെ ബോർഡ്സ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ്. ആ നാട്ടിലാണ് IS-ൻ്റെ ഫണ്ട് മേടിച്ച് ഇതുപോലൊരു സിനിമയുണ്ടാക്കിയിട്ട് BJP അറിഞ്ഞില്ല, RSS അറിഞ്ഞില്ല, ഇവിടെ ആരും അറിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം. നമ്മൾ എപ്പോഴാണ് നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് കറേജിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ കറേജിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഒന്നുകിൽ
നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു തെറ്റും പറ്റാത്ത, നമ്മൾ ഏറ്റവും നിഷ്കളങ്കമായിട്ടൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്കൊരു മടിയും ഉണ്ടാകത്തില്ല. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കോൺഫിഡൻറ്റോടെ എൻ്റെ കറതീർന്ന ജീവിതം, എൻ്റെ ഏറ്റവും പ്യൂരിഫൈ ആയിട്ടുള്ള ജീവിതം എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമ്മളത് മറച്ചു പിടിക്കാനായിട്ട് നോക്കും, നമ്മൾ ഒത്തിരി കവറപ്പ് ചെയ്യാനായിട്ട് നോക്കും, നമ്മൾ മിണ്ടാതിരിക്കാനായിട്ട് നോക്കും. പിന്നീട് നമ്മൾ ആ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, നമ്മളിനി അതൊരിക്കലും ആവർത്തിക്കുകയില്ല, നമ്മൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്ന ഒരവസരത്തിൽ നമ്മൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് വളരെ കറേജിയസ് ആയിട്ട് സംസാരിക്കും. അതല്ല, മറ്റൊരാൾ സംസാരിക്കുന്നത് കേട്ടാലും നമുക്കതിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം യെസ്, ദാറ്റ് വാസ് മൈ പാസ്റ്റ്, ബട്ട് ഐ ആം നോട്ട് ദെയർ നൗ എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾ മൂവ് ഓൺ ചെയ്യും. ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ പാസ്റ്റ് നമ്മളെ അഫക്റ്റ് ചെയ്യാതാകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാസ്റ്റ് അവരെ അഫക്റ്റ് ചെയ്യാത്ത തരത്തിൽ അവർ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു, അവർ ആ ലെവലിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. കാരണം ഇപ്പം അയോധ്യയിൽ രാമക്ഷേത്രം പണിതു, ഈ മുസ്ലിംസിന് ഒരു തരി മണ്ണ് പോലും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നവരുടെ ഇടയ്ക്ക് അവർ 5 ഏക്കർ വസ്തു കൊടുത്തു. അവിടെ പള്ളിയും ഉണ്ടാകും, മോസ്കും ഉണ്ടാകും, ഇവിടെ അമ്പലവും ഉണ്ടാകും, മോസ്കും ഉണ്ടാകും. ഇതെല്ലാം അത് അവസാനിച്ചു. ആ വിഷയത്തിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് അവർക്കൊരു മടിയുമില്ല. ഇനി എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ കഴിഞ്ഞത്? അവിടുത്തെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു, അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തു. ഈ അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുന്നതിന് മുൻപ് ഇത് പലവട്ടം ഞാൻ കോൺഗ്രസ്സിൽ അന്നായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് ഭയങ്കര ആശങ്കയായിരുന്നു, കാരണം വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പം അതിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു ഡോക്ടർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ ഈ രാഷ്ട്രീയമൊക്കെ വളരെയധികം സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, സ്മിത, അവിടെ ഒരു കാര്യവും നടക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞു. ട്രെയിൻ കത്തിച്ചതിൻ്റേതും അതിൻ്റെ റിട്ടാലിയേഷൻ്റേതും എല്ലാമായിട്ടുള്ള ദുരിതങ്ങൾ അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും അനുഭവിച്ചു. ദേ ഹാവ് മൂവ്ഡ് ഓൺ. ഇനി ഒരിക്കലും ആ ഒരു തെറ്റ് അവരുടെ ഇടയിൽ സംഭവിക്കില്ല എന്നവർ ഉറച്ച തീരുമാനമെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുമായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞ BJPക്ക് 250 മേൽ ജസ്റ്റ് സീറ്റുകൾ നേടാൻ കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്, ഇനി നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. അത് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. 540 കറിവേപ്പിലയിൽ, ഇപ്പം അതിനകത്ത് നമ്മുടെ പുള്ളിക്കാരൻ പറയുന്നൊരു ഡയലോഗുണ്ട്, അത് വെറും 20 കറിവേപ്പില ഇടുന്ന സംസ്ഥാനം മാത്രമാണ് കേരളമെന്ന്. പക്ഷേ 540 കറിവേപ്പിലയിലെ ഓരോ കറിവേപ്പിലയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഈ രാജ്യത്ത് തുടരാൻ എന്ന തിരിച്ചറിവ് BJPക്കുണ്ടായി. ദേ ഹാവ് മൂവ്ഡ് ഓൺ. അവർക്ക് മാറ്റങ്ങളുണ്ടായി, അവരെ തിരുത്താനും അവർ മുന്നോട്ട് പോകാനുമായിട്ട് തീരുമാനിച്ചു. ഇനി ഞാൻ ഈ സിനിമ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എനിക്കൊരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളെയും കാണിക്കുന്നില്ല. ഇത് രാഷ്ട്രീയ പാർട്ടിയെയും ജനങ്ങളെയും മാത്രമാണ് കാണിക്കുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും, ഒരു പാർട്ടിയുടെയും ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇത് കാണിക്കുന്നില്ല. ഇതിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല, പോലീസിനെ കാണിക്കുന്നില്ല, ഇങ്ങനെയുള്ള യാതൊരുവിധ സർക്കാർ സംവിധാനങ്ങളും ഇത് കാണിക്കുന്നില്ല. രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ അവരുടെ 2 ഇൻസിഡൻസും തമ്മിലുള്ള ഒരു റിവഞ്ച്, ഒരു പ്രതികാരം എന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത്. എനിക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് ആദ്യം എനിക്ക് തോന്നി. പക്ഷേ രണ്ടാമത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് അത് ഇവിടെയൊക്കെയുള്ള തീവ്ര ഹിന്ദുക്കൾക്ക് കൊടുക്കുന്ന വലിയൊരു വാണിംഗ് ആണത്. അതായത് അതിൻ്റെ തീവ്ര ഹിന്ദുത്വവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു സർക്കാർ സംവിധാനങ്ങളും ഉണ്ടാകുകയില്ല. അവരുടെ എൻഡ് എന്ന് പറയുന്നത് ആ സിനിമയിൽ കണ്ട എൻഡ് തന്നെ ആയിരിക്കും എന്നുള്ള ശക്തമായിട്ടുള്ളൊരു വാണിംഗ് ആണ് അവിടെ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ സ്മാർട്ട് ഫോണിൽ എനിക്ക് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ നെറ്റ്വർക്ക്, ഞാൻ പൈസ കൊടുക്കുന്ന എൻ്റെ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. എനിക്കിവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ നാട്ടിലുള്ള വീട്ടിലെ ക്യാമറ എനിക്ക് കാണാം, വീടും അതിൻ്റെ ചുറ്റും പരിസരങ്ങളും. ഇനി അകത്ത് ക്യാമറ വെക്കുവാണെങ്കിൽ അകത്തും കാണാം. അതിൻ്റെ ഞാൻ വോയിസ് ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അത് സംസാരിക്കാം. ആ വീട്ടിലുള്ള ആളോട് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാം, തത്സമയം കണ്ടുകൊണ്ടിരിക്കാം, സംസാരിക്കാം. ഇനി നമ്മൾ എൻ്റെ നെറ്റ്വർക്ക് പ്രൊവൈഡിന് ഒരു അതിനനുസരിച്ചുള്ള ഒരു സെർവറിനെ മേടിച്ച് വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സെറ്റപ്പ് ബോക്സ് മേടിച്ച് വെക്കുവാണെങ്കിൽ, എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തിരുന്നുകൊണ്ട് വീട്ടിലിരിക്കുന്ന പിള്ളേരുടെ മൊബൈൽ ഡിവൈസസിലെ നെറ്റ് എനിക്ക് ഓഫ് ചെയ്യാം, ഗെയിമിംഗ് സൈറ്റുകൾ എനിക്ക് ബ്ലോക്ക് ചെയ്യാം,
ഇനി നാട്ടിൽ ഞാനൊരു നല്ല ഫോറിൻ കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആപ്പ് എനിക്ക് ഡൗൺലോഡ് ചെയ്താൽ ഈ വണ്ടി എവിടെയൊക്കെ പോകുന്നു, എങ്ങനെയൊക്കെ പോകുന്നു, എത്ര സ്പീഡിൽ പോകുന്നു എന്ന് എനിക്ക് കാണാനായിട്ട് പറ്റും. അത് ഓവർ സ്പീഡിൽ പോവുകയാണെങ്കിൽ എനിക്ക് അലേർട്ട് കിട്ടും. അത് എനിക്ക് ഓവർ സ്പീഡിൽ ആരെങ്കിലും എൻ്റെ വണ്ടി മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്കത് ഇവിടെ ഇരുന്നുകൊണ്ട് ആ വണ്ടി എനിക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു സാധാരണ നെറ്റ്വർക്ക് പ്രൊവൈഡർ അതിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു രാജ്യത്തിന് അതിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് എത്ര കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പൗരൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എത്ര കൂടുതൽ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഈ രണ്ട് കൂട്ടരും എഗ്രി ചെയ്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം ഒരു കക്ഷി അത് എഗ്രി ചെയ്തിട്ടില്ല എങ്കിൽ അതിനെപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ടാകും അല്ലേ. എങ്കിൽ പോലും ബ്രോക്കൺ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് ഇത്തരം നെക്സസിൻ്റെ ഇങ്ങനത്തെയുള്ള തീവ്രവാദ സംഘടനകളുടെയൊക്കെ വിവരങ്ങളെന്ന് പറയുന്നത് ഈ ഡാർക്ക് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രോക്കൺ ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. അതല്ല, അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ കണ്ണുകെട്ടി ദിശയറിയാതെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഇതുപോലെ മുഖാമുഖം കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാനത് പറയാനായിട്ട് കാരണമായത് ഈ മൊസാദ് എന്ന ചാരസംഘടന നമ്മളിപ്പം ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവർ ടാർഗറ്റ് ചെയ്ത ഒരാളെ അയാളുടെ വീട്ടിൽ വെച്ച് അയാളുടെ വീട്ടിൽ അയാളുടെ ഇരിക്കുന്ന കസേരയിൽ നിന്ന് കസേര പോലും അറിയാതെ വേറൊരു രാജ്യത്തിരുന്ന് മിസൈൽ അയച്ച് തീർത്ത് കളയാൻ പറ്റുമായിരുന്നു എങ്കിൽ അവർക്ക് ഈ ഹമാസ് ഇസ്രായേലിലൊരു ആക്രമണം നടത്തുമെന്ന് അറിയില്ലായിരുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹമാസ് പാലസ്തീനിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് അവർക്ക് അറിയില്ലായിരുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പക്ഷേ അവർക്കറിയില്ലാതിരുന്ന കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ ഡെപ്ത് എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ അവർക്ക് അവരെ മുഖാമുഖം കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ മുഖാമുഖം കാണണമെങ്കിൽ ഇപ്പം നമ്മൾ തീവ്രവാദ സംഘടന ഒരു ആക്ഷൻ ചെയ്യുവാണെങ്കിൽ, അവരൊരു ആക്ട് ചെയ്യുവാണെങ്കിൽ അതിനവർ ആരോടും അക്കൗണ്ടബിൾ അല്ല. അതവർ ചെയ്തു എന്ന് മാത്രം അവർക്ക് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു രാജ്യം അതിനെതിരെ പ്രതികരിക്കുവാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇത് ചെയ്യുന്നതെങ്കിൽ, പിന്നെ ഇസ്രായേൽ പോലും UN പോയി പ്രസംഗിക്കേണ്ടി വന്നു, എത്ര പേരോട് മറുപടി പറയേണ്ടി വന്നു. ഇപ്പം നമ്മുടെ ഒരു കാര്യം നമ്മൾ ഒരു രാജ്യം ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ തന്നെ കോടതികളോട് സമാധാനം പറയണം. അതുപോലെ തന്നെ ഇനി രാജ്യങ്ങൾ ഇൻ്റർനാഷണലി ആണെങ്കിൽ അത് അന്താരാഷ്ട്ര കോടതികളിൽ നമ്മളതിന് മറുപടി പറയണം. വേൾഡ് ഹെൽത്ത് മനുഷ്യാവകാശ കമ്മീഷനുകളോട് നമ്മൾ മറുപടി പറയണം. ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾക്ക് ഇവർ അക്കൗണ്ടബിളാണ് ഒരു ആക്ഷൻ ഇത് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പം എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരിക്കലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ലോകത്ത് നടന്ന ഞാൻ ജനിച്ചതിന് ശേഷം, അതിന് മുമ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ജനിച്ചതിന് ശേഷമൊക്കെ നടന്നിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമായിരിക്കും. അമേരിക്കയ്ക്ക് യാതൊരു ക്ലൂവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. അതിനെക്കുറിച്ച് ഇന്നും അവർ അന്വേഷിക്കുന്നു. അതിനു വേണ്ടിയുള്ള റിട്ടാലിയേഷൻ അവർ നടത്തിയതിനെക്കുറിച്ച് അവരിന്നും വിമർശനങ്ങൾ കേൾക്കുന്നു. ഇന്നും ആ രാജ്യം അതിൻ്റെ പഴി കേൾക്കുന്നു. അതിൻ്റെ കേസുകൾ, അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും തീരാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തുമാത്രം പ്രിക്കോഷൻസ് ആ ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ നമ്മൾ ഇന്നും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 100 ml കൂടുതൽ ലിക്വിഡ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. എന്തുമാത്രം സെക്യൂരിറ്റി, എന്തുമാത്രം അലേർട്ട്, എന്തുമാത്രം കാര്യങ്ങൾ അതിനുശേഷം ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന, ലോകത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട ഒരു രാജ്യങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഈ പൃഥ്വിരാജ് സുകുമാരനെ പോലെ ഒരാൾ ചെയ്ത കാര്യങ്ങളൊന്നും BJP അറിഞ്ഞിട്ടില്ല. ഇതൊന്നും BJP എന്ന് ഞാൻ പറയുന്നില്ല, കേന്ദ്രം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ മുറവിളി കൂട്ടുന്നതെങ്കിൽ, മോഹൻലാൽ പിണങ്ങി പിന്നെ മമ്മൂട്ടി കരഞ്ഞു അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ ഒരു അവയർനെസ് നിങ്ങൾ കരുതുന്നത് പോലെ അല്ല എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എന്നെ തിരുത്താം, അല്ലെങ്കിൽ എന്നെ എന്തു വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. ഇനി കഥ തിരുത്തിയിട്ടുണ്ട് എങ്കിൽ, അത് അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും BJP പറഞ്ഞിട്ടായിരിക്കും മാറ്റം വരുത്തിയത്. അല്ലാതെ പൃഥ്വിരാജ് സുകുമാരൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും ആ കഥയിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തുകയില്ല. ഇനി L3യുടെ കഥ ഞാൻ പറഞ്ഞുതരാം. L3യുടെ കഥ വരുന്നത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ബേസിലായിരിക്കും.
അതിൻ്റെ തുടക്കം, അതിൻ്റെ ലാസ്റ്റ് സീനിൽ കാണിക്കുന്നുണ്ട്. ഒരാൾ വന്ന് നിൽക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഈ കഥയെല്ലാം കൂടെ പറയുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഇനി സെൻസർ ബോർഡ് വെട്ടി ബാക്കിയുള്ളവരും ഒക്കെ പറയും. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഇത് കോനേത്തു എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് റാവുത്തറിൻ്റെ പ്ലേസാണ്, ഇവിടെ വന്ന ഇതാരാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ റാവുത്തർ എന്ന് പറയുന്ന ആരാണ്? അബ്രഹാം ഖുറേഷി ആകപ്പാടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ റാവുത്തർ എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഹാം ഖുറേഷിയുടെ ജനനം എന്ന് പറയുന്നത് മുംബൈ ഹോട്ടലൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ നിന്നാണെന്നുള്ളതാണ് ഇനി അടുത്ത കഥയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ കഥയും കൂടെ BJP പറഞ്ഞു കേൾപ്പിച്ചിട്ടായിരിക്കും ഈ സിനിമ പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ രാജ്യത്ത് മുഴുവനും എല്ലാ ലോകത്തും പോയിട്ട് പിന്നെ എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗുജറാത്തിൽ നടന്നത് കാണിച്ചതിനേക്കാളും ഭീകരമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നത് ഈ L3 കാണിക്കും. ഇത് ഇത്ര എക്സ്റ്റെൻറ്റ് കാണിച്ചെങ്കിൽ അതെത്ര എക്സ്റ്റെൻറ്റിലായിരിക്കും അന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണ്, അയ്യോ രാജപ്പൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റോറിയാണ്, ഞങ്ങളിത് അക്നോളജ് ചെയ്യുന്നു, ഞങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഇതാണ് നടക്കുന്നത്, ഇതാണ് ഇസ്രായേലിൽ നടന്നത്, ഇതാണ് നൈജീരിയയിൽ നടക്കുന്നത്, ഇതാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ ഇവിടെയൊക്കെ നടക്കുന്നത് ഇതാണ് എന്ന് നിങ്ങൾ അന്ന് പറയുമെങ്കിൽ, ഇന്ന് പറഞ്ഞ് ഇതേ ആവശ്യത്തോടെ നിങ്ങൾ അന്നും പറയുമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സിനിമയെ വിമർശിച്ചുകൊണ്ട്, ഈ സിനിമയെ എന്താ പറയുക തള്ളിപ്പറഞ്ഞുകൊണ്ട്, കേന്ദ്രം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഞാനിത് BJPയെ എൻഡോസ് ചെയ്യാനോ പിന്നെ അല്ലെങ്കിൽ BJP നല്ലതാണെന്ന് പറയാനോ ഒന്നിനും വേണ്ടിയല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം BJPക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളിത് കൺവിൻസ് ആയിട്ട് RSSൻ്റെ ക്ലബ് ഹൗസിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് അവരുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന, ആശയപരമായിട്ട് സംവദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതൊരിക്കലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഇസ് ദാറ്റ് യുവർ വേ, ലെറ്റ് us ട്രൈ, നമുക്കത് നോക്കാം എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, നിനക്ക് നിൻ്റെ വഴി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിൽ നമുക്ക് എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അവർക്കൊരു ലക്ഷ്യം തന്നെയുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് 60 വർഷം കോൺഗ്രസ് ഭരിച്ചതല്ലേ, ഇനി അത് ചെയ്യുന്നതിലൊരു തെറ്റില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് അവർക്ക് എന്നെ ഒരു തീവ്ര കോൺഗ്രസ്സുകാരനെ പോലും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ അവർക്കൊരു അജണ്ട ഉണ്ട്. പിന്നെ ഇതിനകത്ത് കേന്ദ്ര അന്വേഷണ കമ്മീഷനെയൊക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ രാഷ്ട്രീയ പാർട്ടി പണം മേടിച്ചു, അല്ലെങ്കിൽ ഇത് കമ്മീഷൻ മേടിച്ചു, അഴിമതി മേടിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അഴിമതി കാണിക്കുമ്പോൾ അത് ഫാമിലി മെമ്പേഴ്സിൻ്റെയും അങ്ങനെ എല്ലാവരുടെയും പേരിലാണ് മേടിക്കുന്നത്, അല്ലാതെ അവരുടെ സ്വന്തം പേരിലല്ല രാഷ്ട്രീയക്കാർ ഒരിക്കലും അഴിമതി കാണിക്കുന്നത്. അപ്പോൾ ഈ തീവ്രമായിട്ടുള്ള ഹിന്ദുവായിട്ടുള്ള ആൾക്കാരാണ് ഈ NIA വിളിച്ച് പറയുന്നത്, നിങ്ങളിങ്ങനെ ഇവർ ഭായി ബഹൻ ഇത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്, അപ്പോൾ അതിനകത്ത് കേന്ദ്ര ഏജൻസിയാണ് വരേണ്ടതെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവരെ കൊണ്ടിരുന്നു, അറസ്റ്റ് ചെയ്തു ഒക്കെ കൊണ്ടുപോകുന്നു. പക്ഷേ ആ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായത് BJPക്കല്ല, അതുകൊണ്ട് പ്രയോജനം ഉണ്ടായത് ആ ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കുമാണ്. അവരുടെ അണികളിൽ രോമാഞ്ചം ഉണ്ടാക്കിക്കാനായിട്ട് ഈ NIAയുടെ അറസ്റ്റുകളും എല്ലാം കൊണ്ട് കഴിഞ്ഞു എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതല്ലേ റിയാലിറ്റി. NIA അറസ്റ്റ് ചെയ്ത ഏതെങ്കിലും നേതാക്കളെ അവരുടെ അണികൾ തള്ളിക്കളഞ്ഞു. പക്ഷേ അവർ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്, ഈ കൊറിയൻ കമ്പനിയിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് ഇവർ കള്ളപ്പണം മേടിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ അണികൾ വളരെ രോമാഞ്ചത്തോടെ അവരെ വീണ്ടും ജയിപ്പിച്ച് അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തത്. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോടാണ്. ദിസ് ഈസ് യുവർ ചാൻസ് ടു സ്പീക്ക് അപ്പ്. അതിൽ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രത്തെ പോലെ ഞാനിപ്പോൾ പറയുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീ വന്നല്ലോ വനമാല എന്ന് അവൻ്റെ ഇന്ദ്രജിത്തിൻ്റെ സൈഡിൽ എഴുതുന്നത് പോലെ നീ ഇതുവരെ ചത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയുള്ള ഡയലോഗ്സൊക്കെ നമുക്ക് എഴുതാം. പക്ഷേ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദിസ് ഈസ് യുവർ ചാൻസ് ടു എക്സ്പ്രസ് യുവർ കൺസേൺസ്. നിങ്ങളുടെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഈ സിനിമ നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്, ഇതൊക്കെ തുറന്നു പറയാനുള്ളൊരു മീഡിയമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഈ ഒറ്റപ്പെട്ട ഒരു ഐലൻഡിൽ ഇരുന്നു കൊണ്ട് ഒരാളും കേൾക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട്
ഒരാളും കേൾക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും എൻ്റെ നാടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എൻ്റെ നാട് എങ്ങനെ ആകണമെന്നും ഇരുന്ന് ഞാനിങ്ങനെ എഴുതി സോഷ്യൽ മീഡിയയിൽ വിടുമ്പോൾ എൻ്റെ പിള്ളേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മിക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ്, ഇതാരെങ്കിലും വായിക്കുന്നുണ്ടോ, ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അന്ന് പിള്ളേരെന്നോട് ചോദിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ഒറ്റപ്പെട്ട ശബ്ദം കേട്ട ഒരു സമയമുണ്ട് കേരളം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെക്കുറിച്ച്, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമാണിത്. ഇത് കേൾക്കേണ്ടിവരത് കേൾക്കും, മാറ്റം വരുത്തേണ്ടിവരത് മാറ്റം വരുത്തും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു കണക്കുകൂട്ടലുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അതെങ്ങനെ പോകണമെന്ന് ഒരു ഫീഡ്ബാക്ക് ജനങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടത്. ഇനി അവർക്ക് പ്രവർത്തിച്ചേ മതിയാവുള്ളൂ. അങ്ങനെയല്ല എങ്കിൽ രാജീവ് ചന്ദ്രശേഖറെ പോലെയൊക്കെയുള്ള ഒരു വ്യക്തിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ശ്രമിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യാൻ മാത്രം വിഡ്ഢികൾ അല്ല BJPയും RSSും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർ ഈ രാജ്യം ഭരിക്കില്ലായിരുന്നു. അവർ കടന്നു വന്ന വഴികൾ അവർക്കറിയാം. അത് ആ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ പൂർവികർ ചെയ്തത് നിങ്ങൾ ഓർക്കുക എന്ന് അവർ കോൺഗ്രസിനോടാണ് പറയുന്നതെങ്കിലും അവരെല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. അവർ കടന്നു വന്ന വഴികൾ അവർക്കറിയാം. കോൺഗ്രസ്സുകാർക്ക് ഇന്നും നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നതിലപ്പുറം BJPയെക്കുറിച്ചും RSSനെക്കുറിച്ചും എന്താണ് പറയാനുള്ളതെങ്കിൽ അത് പറയുക. അത് പറയാനുള്ള സമയമാണിത്. അവർ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ജനങ്ങളോട് അക്കമിട്ട് പറയുക. അല്ലാതെ എന്നോ 150 വർഷം മുമ്പ്, 150 വർഷം എന്നാണ് അതിൽ പറയുന്നത്, അതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്നൊന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനൊന്നും ഇന്ന് പറ്റത്തില്ല. ഞാൻ അവരുമായിട്ട് പോയി ഒത്തിരി സംവദിച്ചിട്ടുണ്ട്, നേർക്കുനേരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികൾക്കും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരുത്താൻ തയ്യാറായി, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അക്സെപ്റ്റ് ചെയ്ത് തിരുത്താൻ തയ്യാറാകുന്നിടത്താണ് മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാകുന്നവരെ അവഗണിക്കുക എന്ന് പറയുന്നതിൻ്റെ ആവശ്യം നമുക്കില്ല. സോ ലെറ്റ് us talk പൊളിറ്റിക്സ്. രാഷ്ട്രീയം സംസാരിക്കാൻ തയ്യാറാകുക. അല്ലാതെ പൃഥ്വിരാജിൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിച്ചിട്ടും അവരെ ചീത്ത വിളിച്ചിട്ടും വ്യക്തിഹത്യ ചെയ്തതുകൊണ്ടും ഒരു മാറ്റവും ഒരിടത്തും ഉണ്ടാകുകയില്ല. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ്. അത് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്യേണ്ട ഗൗരവത്തോട് കൂടി തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുക. മാറ്റം അത് അനിവാര്യമാണ് കേരളത്തിൽ. ആ ഒരു അവയർനെസ് നമുക്കുണ്ടാകുക. എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഇത് പൊട്ടത്തരമാണെന്ന് നിങ്ങൾക്ക് പറയാം, ഇത് ഇങ്ങനെയൊരു കൺസെപ്റ്റ് പൃഥ്വിരാജ് പോലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാം, എന്തും പറയാം. പക്ഷേ 6-7 വർഷം സോഷ്യൽ മീഡിയയിലിരുന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കമൻറ്റുകൾ വായിച്ച് ജനത്തിൻ്റെ പൾസ് എന്താണെന്ന് അറിഞ്ഞ് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, തീവ്രവാദം എങ്ങനെയാണ് ഇവിടെ വരുന്നത്, ഓരോ മനസ്സിലും തീവ്രവാദം എങ്ങനെയാണ് വേരുറപ്പിക്കപ്പെടുന്നത് എന്ന് നിരന്തരമായിട്ട് 10, 12, 13 മണിക്കൂറുകൾ ഞാൻ ഒരു ദിവസം തുടർച്ചയായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇരിക്കുമായിരുന്നു, കമൻറ്റുകൾ വായിക്കുമായിരുന്നു. ഓരോ മാധ്യമങ്ങളും ഇടുന്ന വാർത്തയ്ക്ക് താഴെ വരുന്ന 10,000-കണക്കിന് കമൻറ്റുകൾ ഇരുന്ന് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റഡി ചെയ്തതിന് ശേഷം ഞാൻ പറയുകയാണ്, BJP വെറുതെ ഒന്നും അറിയാതെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു പാർട്ടിയല്ല BJP എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി അതിൻ്റെ വേണ്ട ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ ഗൗരവതരമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റം കേരളത്തിൽ തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാകും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ടാകും എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.